ഞാനിന്ന് കോവയ്ക്ക മെഴുക്കുവരട്ടിയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ കുറച്ച് കോവയ്ക്ക പകുതിയിൽ ഇങ്ങനെ ഈ രീതിയിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ 3 സവാള, ഞാൻ കുറച്ച് കോവയ്ക്കയും 3 സവാള, ചെറിയ 3 സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മെഴുക്കുവരട്ടി വയ്ക്കാം. ഞാനിപ്പോൾ അടുപ്പിൽ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. മെഴുക്കുവരട്ടിക്ക് മെഴുക്കുവരട്ടി വയ്ക്കാനായിട്ട് ഞാൻ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ചീനച്ചട്ടി നല്ല ചൂടാകട്ടെ, എന്നിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചീനച്ചട്ടി നല്ല ചൂടായിട്ടുണ്ട്, നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകട്ടെ, എന്നിട്ട് കടുക് ഇട്ട് കൊടുക്കാം. എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. നമുക്കിനി കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടട്ടെ, എന്നിട്ട് 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇത് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അരിഞ്ഞ് വെച്ചിരിക്കുന്ന കോവയ്ക്ക ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇത് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിനാവശ്യമായിട്ടുള്ള മസാല ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് മുളക് പൊടി. എരിവിന് അനുസരിച്ച് നമുക്ക് ഇടാം. 1 സ്പൂണ് കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാം. 1/4 സ്പൂണ് മുളക് പൊടി. നിങ്ങൾക്ക് ആവശ്യത്തിന് എരിവ് വേണമെങ്കിൽ കുറച്ചും കൂടെ മുളക് പൊടി ചേർക്കാം. 1 സ്പൂണ് മല്ലിപ്പൊടി, കുറച്ച് മതി. കായപ്പൊടി ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്തിട്ട് നമുക്ക് സിമ്മിലിട്ട് ഇതൊന്നെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് സിമ്മിലിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. സിമ്മിലിട്ടേക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോകും. ഇത് ഞാൻ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, എണ്ണയിലിട്ടാണ് ഞാൻ ഇത് വഴറ്റി ഉണ്ടാക്കുന്നത്. ഇതെല്ലാം അരപ്പെല്ലാം മസാല ഒക്കെ ഇതിൽ മിക്സ് ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് വേകാനായിട്ട് അടച്ചു വെച്ചേക്കാം. അടച്ചു വെക്കുകയാണ്. കുറച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം. കോവയ്ക്ക മെഴുക്കുവരട്ടി വെന്തോന്ന് നോക്കാം നമുക്ക്. ഞാൻ ഇടയ്ക്ക് ഇത് 10 മിനിറ്റ് ഇട്ടിരുന്നപ്പോൾ നമുക്കൊന്ന് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് അടിയിൽ പിടിച്ചു പോകും. ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം. അടിയിൽ പിടിക്കാതെ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി ഇട്ട് കൊടുക്കണം. ഞാനിപ്പം ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയായിരുന്നു. തുറന്ന് നോക്കി ഒന്ന് ഇളക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ദാ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം മെഴുക്കുവരട്ടി പെട്ടെന്ന് തന്നെ ഇത് ശരിയാവും. നല്ല ടേസ്റ്റാണ്. പെട്ടെന്ന് തന്നെ അത് നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നല്ല രുചിയാണ് ഇങ്ങനെ വയ്ക്കുന്നത്. ഈ രീതിയിൽ വയ്ക്കുന്നത് നല്ല ടേസ്റ്റാണ്. പെട്ടെന്ന് ആവുകയും ചെയ്യും. ഒരു 10 മിനിറ്റ് മതി. ഇനിയിപ്പം നമുക്ക് ഇത് നാടൻ കോവയ്ക്കാണ്. ചില കോവയ്ക്ക് ചിലപ്പം വേകാനായിട്ട് പാടാണെങ്കിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഇപ്പം ഞാൻ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. 10 മിനിറ്റ് അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് അടിയിൽ പിടിച്ചിട്ടില്ല. ഒന്ന് ഇളക്കി കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കും. അപ്പോൾ ഇപ്പം മെഴുക്കുവരട്ടി റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെ നിങ്ങളും വെച്ച് നോക്കണം. വെച്ച് നോക്കി നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ വെച്ച് കോവയ്ക്ക മെഴുക്കുവരട്ടി ഇങ്ങനെ വെച്ചാൽ നല്ല ടേസ്റ്റാണ്, നല്ല എളുപ്പമാണ്. അപ്പോൾ ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് നിങ്ങളിതിൽ കമൻറ്റ് ചെയ്യണം.